ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം, ഒരു പ്രണയത്തിൻ്റെ തണുപ്പ്, ഒരു ബന്ധം തീർത്ത് കളിക്കുന്ന ബെട്രായൽ സിൽസില സീരിയലിൻ്റെ പുതിയ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ അനേബിൾ ചെയ്ത് വിടണേ. എന്നാൽ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. നമ്മൾ ഇന്നലെ കഥ അവസാനിപ്പിക്കുന്നത് നമ്മുടെ നന്ദിനി പ്രഗ്നൻ്റ് ആണോ എന്ന് ഡൗട്ട് തോന്നി ഒരു പ്രഗ്നൻസി കിറ്റ് ഓർഡർ ചെയ്ത് വാങ്ങി. അതവൾ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വയ്ക്കുന്നു. ആ കറക്റ്റ് സമയത്ത് തന്നെ ആ സൈക്കോ ഹസ്ബൻഡ് വന്ന് ചോദിക്കുക, എന്താ വാങ്ങിയേ? അല്ല, വീട്ടു ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിയതാ എന്നും പറഞ്ഞ് അവൾ തടി തപ്പുന്നു. അപ്പോൾ അവൻ ചോദിക്കുക, എൻ്റെ കാറിൻ്റെ കീ കണ്ടോ? അവൾ പറയുക, ഇല്ല കണ്ടില്ല, ഞാൻ തേടിത്തരാം. ആ ശരിയെന്ന്. അപ്പോൾ തന്നെ അയാൾ അവളെ ഹാൻഡ് ബാഗ് എടുക്കുന്നു. അതിലിനി കാണുമോ കീ എന്നും പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അയ്യോ, അതിലല്ലേ കിറ്റ് വെച്ചത്. അത് കണ്ടാൽ പിന്നെ എല്ലാം ഇന്നത്തോടെ തീർന്നു. എന്നത്തോടെയാണ് നമ്മൾ കഥ അവസാനിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് പുതിയ പാർട്ടിലേക്ക് പോവാം. അയാൾ ബാഗ് എടുത്തപ്പോൾ തന്നെ നല്ല പേടിച്ച് തളർന്ന് സോഫയിലിരിക്കുക. അങ്ങനെ കൈ തടവിയിട്ടിരിക്കുമ്പോഴാണ് ആ കീ അവളെ കയ്യിൽ തട്ടുന്നത്. അയ്യോ, അതെ, ഇതാ നിങ്ങളുടെ കീ എന്നും പറഞ്ഞ് ആ കീ കൈ കൊടുക്കുന്നു. താ എൻ്റെ കീ എന്നും പറഞ്ഞ് അത് വാങ്ങി ബാഗിനെ എടുത്തെറിഞ്ഞിട്ട് അവൻ പോകുന്നു. അപ്പോഴാണ് അവൾക്ക് ശ്വാസമേ നേരെ വീഴുന്നത്. അയ്യോ, നല്ല കാലം രക്ഷപ്പെട്ടു എന്ന് അവൾ വിചാരിക്കുന്നു. ഉടനെ തന്നെ ബാത്റൂമിൽ പോയി കിറ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നു. പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നു. അവൾക്ക് നല്ല ഹാപ്പി ആവുന്നു. ഞാൻ ഗർഭിണിയാണോ? എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അയ്യോ, എന്ത് നല്ല സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല എക്സൈറ്റിംഗ് ആയിരിക്കുന്നു. ഉടനെ അവനോട് പറയാൻ പുറപ്പെടുന്നു. ഉടനെ തന്നെ അവളെ ഫേസിലെ സ്മൈൽ മാറുന്നു. അയാൾക്ക് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിനോട് താല്പര്യമില്ലല്ലോ. കുറച്ച് നാൾ കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്നല്ലേ പറഞ്ഞേക്കണേ. ഈ കാര്യം അറിഞ്ഞാൽ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്ത് ചെയ്യും എന്നുപോലും എനിക്കറിയില്ല എന്നും പറഞ്ഞ് നല്ല പേടിച്ചിട്ടിരിക്കുന്നു. അടുത്ത സീനിൽ മൗലിയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ കുറേ നാളുകൾക്ക് ശേഷം മൗലിയെ കാണാൻ മൗലിയുടെ അച്ഛനും അമ്മയും വരികയാണ്. നല്ല ജോളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മൗലിയുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് മൗലി നൈറ്റ് ഡ്യൂട്ടിക്കും പോകുന്നുണ്ടെന്ന്. ഇതവർക്ക് നല്ല ദേഷ്യമുണ്ടാകുന്നു. ഉടൻ തന്നെ മൗലിയെ വിളിച്ചുകൊണ്ട് റൂമിൽ വരുന്നു. നീ എന്താണ് വിചാരിച്ചിട്ടിരിക്കുന്നത്? നീ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ടെന്ന്? നീ ഹോസ്പിറ്റൽ ജോലി നോക്കണതേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കല്യാണത്തിന് ശേഷം ആ ജോലി വിടെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു? നീ അത് കേട്ടത് പോലുമില്ല. ഇപ്പോഴാ നൈറ്റ് ഡ്യൂട്ടിക്കും പോകുന്നു. അപ്പം നീ നിന്റെ ഹസ്ബൻഡിന് നേരെ നോക്കുന്നില്ല എന്നല്ലേ? ഒരു നാളെങ്കിൽ ഒരു നാൾ അവൻ ഈ ലൈഫും വെറുത്ത് നിന്നെയും വെറുത്ത നീ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അവള്, ഇങ്ങ് നോക്ക് അമ്മ, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, അങ്ങനത്തെ ഒരാളല്ല ഗുണാൻ. അവൻ എന്നെ മനസ്സിലാവും എന്നൊക്കെ അവൾ പറയുമ്പോൾ, അങ്ങനെയല്ല, എല്ലാ ഹസ്ബൻഡിനും അവരവരുടേതായ ആവശ്യങ്ങളിരിക്കും. അത് നീ സാധിച്ചു കൊടുത്തില്ലേ അവർ നമ്മളെ വെറുക്കും മൗലി. മനസ്സിലായോ? ഇനി ഈ തെറ്റ് ചെയ്യാതെ ഇരിക്കും. ഇങ്ങ് നോക്ക്, നിനക്കിനി ഈ ജോലി ആവശ്യമില്ല. നിന്റെ ജീവിതമാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നീ ഈ ജോലിയെ നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ അവിടെ മൗലിയുടെ അച്ഛനും വരുന്നു. എന്താടേ, നീ വായും വച്ചിട്ട് ചുമ്മാ ഇരിക്കൂലേ? എൻ്റെ മൗലിയെ എപ്പോഴും കരയിപ്പിച്ചിട്ടേയിരിക്കുന്നു. ഓരോന്ന് പറഞ്ഞ് അവളെ കുത്തി മുറിവേൽപ്പിക്കുന്നു. അവളെ ലൈഫ് അവൾ ജീവിക്കുന്നു. അവളെ ജോലിക്ക് പോകുന്നതിനോട് അവളെ കുടുംബത്തിനും അവളെ ഹസ്ബൻഡിനും പ്രശ്നമില്ലെങ്കിൽ നീ എന്തിനിടയിൽ കയറണേ? ഇങ്ങ് നോക്കൂ, ഞാൻ അവളെ അമ്മയാണ്. ഒരമ്മയ്ക്ക് തന്നെ അറിയാം തൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്താൽ നല്ലത് ചീത്ത എന്നൊക്കെ. പിന്നെ ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് എത്ര തന്നെ മനസ്സിലാക്കാൻ നോക്കിയാലും അച്ഛനും തൻ്റെ മോൾക്കാണ് സപ്പോർട്ട്. ഇവള് കണക്ക് തന്നെ, നീ വാ മോളെ എന്നും പറഞ്ഞ് അയാൾ മൗലിയെ വിളിച്ചിട്ട് പോകുന്നു. എന്നാൽ മൗലിക്കിത് നല്ല ഫീലാവുന്നു. മൗലി സാഡായിരിക്കുന്നത് ഗുണാൽ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി? ഇവൾക്ക് ഫേസ് ശരിയില്ലല്ലോ, എന്തോ പ്രോബ്ലം ഉണ്ട് എന്നും പറഞ്ഞ് ഗുണാൽ പാട്ട് പാടാൻ തുടങ്ങുന്നു. അവളെ ഡാൻസ് കളിപ്പിച്ചും ചിരിപ്പിച്ചും മൂഡ് ഓഫ് ഒക്കെ മാറ്റുന്നു. നീ എന്ത് നല്ലവനാണ് എന്നും പറഞ്ഞ് അവനെ സ്നേഹത്തോടെ മൗലി കെട്ടിപ്പിടിക്കുന്നു. ഇവർ ഹാപ്പി ആയിരിക്കുന്ന ഈ സമയത്ത് തന്നെ അവിടെ നന്ദിനിയാണ് കാണിക്കുന്നത്.
അവള് ഹസ്ബൻഡിനെ കൂളാക്കാൻ വേണ്ടി നിറയെ മദ്യമൊക്കെ വാങ്ങി അവന് ഒഴിച്ചു കൊടുക്കുന്നു. എന്താ മോളെ, നീ ഇന്ന് നല്ല ജോളിയായിരിക്കുന്നു എന്ന് തോന്നുന്നു. നീ ആയിട്ട് എനിക്ക് ബിയറൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു. എന്ത് പറ്റി മോളെ? അത് എന്താന്ന് വെച്ചാ അവള് പറയാൻ വരുമ്പോൾ തന്നെ നീ അടുത്ത് വാ എന്നും പറഞ്ഞ് അവളെ അടുത്ത് പിടിച്ചിരുത്തി അവളെ ഒരുമാതിരിയൊക്കെ നോക്കുന്നു. ആസ് യൂഷ്വൽ അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. അവൻ അവളെ ടച്ച് ചെയ്തിട്ട് അവളോട് ചേർന്ന് ഒട്ടിപ്പോകുന്നു. അവൾക്കിത് അൺകംഫർട്ടബിൾ ആയിരിക്കുന്നു. ഉടനെ അവളെ ബെഡിലോട്ട് തള്ളിയിട്ടിട്ട് അവളോട് ഒരുമിച്ചിരിക്കാൻ പോകുന്നു. അവൾക്ക് നല്ല പേടി തോന്നുന്നു. കാരണം അവളിപ്പോൾ പ്രഗ്നൻ്റ് അല്ലേ. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഇത് പറയാനല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തേ. എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കുന്നു. ഇല്ല, എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അവൾ അവനെ തട്ടി മാറ്റി വിടുന്നു. എന്നാൽ ഇത് അവന് നല്ല ദേഷ്യം വരുന്നു. എന്താടി നീ കാണിച്ചേ? ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? എന്നോടുള്ള പേടിയൊക്കെ പോയോ? എന്ത് അഹങ്കാരമാണ് നിനക്ക് എന്നും പറഞ്ഞ് അവളെ മുടിയിൽ കുത്തിപ്പിടിച്ച് വേറെ റൂമിൽ കൊണ്ടുപോകുന്നു. ഇനി എന്ത് നടക്കുമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അടുത്ത സീനിൽ മൗലിയാണ് കാണിക്കുന്നത്. അവൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. ഇനി അമ്മ പറഞ്ഞത് ശരിയാണോ? ഞാനിപ്പോൾ ചെയ്യുന്നതൊക്കെ തെറ്റാണോ? ഞാൻ ഗുണാലിനെ നന്നായിട്ട് നോക്കുന്നില്ലേ എന്നൊക്കെ വിചാരിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നു. അവിടേക്ക് ഗുണാലും വരുന്നു. എന്ത് പറ്റി ഇന്ന്? ഒരുമാതിരി മൂഡ് ഓഫ് ആയിരിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഗുണാൽ, ഞാൻ നിനക്ക് നല്ല വൈഫായിട്ടാണോ ഇരിക്കുന്നത്? ഞാൻ നിന്നെ നല്ല നോക്കുന്നു. എനിക്കറിയില്ല, അമ്മ എന്നെ ഇന്ന് നല്ല വഴക്ക് പറഞ്ഞു. നീ പറ, ഞാൻ എന്തേലും മാറ്റണോ? ഞാൻ ജോലിക്ക് പോകുന്നത് നിനക്കിഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതൊന്നുമില്ല, നീ എൻ്റെ നല്ല വൈഫ് തന്നെയാണ്. നീ എന്നെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്. അവരൊന്നും പറയുന്ന നീ മനസ്സിലെടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളോട് നല്ല സപ്പോർട്ടിങ്ങാണ് സംസാരിക്കുന്നു. അപ്പോഴാണ് മൗലിക്ക് സമാധാനമാവുന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഗുണാൽ ഒരു ഫയൽ തേടിയിട്ടിരിക്കുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ മൗലി വരുന്നു. മൗലി, ഞാൻ അന്ന് തന്ന ഫയൽ എവിടെ? അതോ, അതാ ലോക്കറിലുണ്ട്. എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. നീയെ തുറന്നെടുത്തോ, ഇതാക്കി എന്നും പറഞ്ഞ് അവൾ കീ കൊടുത്തിട്ട് പോകുന്നു. അവൻ ലോക്കർ തുറന്ന് ഫയൽ എടുക്കുന്നു. അപ്പോൾ തന്നെ ഒരു ഫോട്ടോ താഴോട്ട് വീഴുന്നു. അയ്യോ, ഫോട്ടോ താഴോട്ട് പോയല്ലോ എന്നും പറഞ്ഞ് അവൻ ആ ഫോട്ടോ എടുക്കാൻ പോകുന്നു. ആ ഫോട്ടോ കണ്ടതും അവൻ ഷോക്കാവുന്നു. ആ ഫോട്ടോ ആരെയെന്ന് വെച്ചാൽ നന്ദിനിയുടെയും മൗലിയുടെയും കുട്ടിക്കാലത്തുള്ള ഫോട്ടോ ആണ്. ഇതാണോ അപ്പോൾ മൗലി എന്നോട് ഒളിപ്പിച്ച് വെച്ച അവളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫോട്ടോ? ഇവളെയല്ലേ ഞാനന്ന് കണ്ടേ? അവളെ ഹസ്ബൻഡ് അവളെ ഉപദ്രവിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നേ? ഈ കാര്യമൊക്കെ മൗലിയെ അറിയിക്കണം എന്നും പറഞ്ഞ് ഓടി അവളെ അടുത്തോട്ട് പോയി ആ ഫോട്ടോ കാണിക്കുന്നു. ഇത് കണ്ട മൗലിക്ക് നല്ല ഷോക്ക്. എന്താ ഗുണൽ, നിനക്ക് ഇത്ര അഹങ്കാരമോ? ഞാൻ ഈ പിക്ക് കാണിക്കില്ല എന്നല്ലേ പറഞ്ഞേ, എന്നിട്ടും നിനക്കിത് കാണണോ? എന്തിനു നീ എന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എൻ്റെ പ്രൈവസിയിൽ തള്ളയിടല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ നിനക്ക് മനസ്സിലാവാത്ത ഇതൊന്നും എന്നും പറഞ്ഞ് അവന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. ഇങ്ങ് നോക്ക് മൗലി, നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടണേ? ഞാൻ മനഃപൂർവ്വം എടുത്തതല്ല. ഞാൻ ആ ഫയൽ എടുക്കാൻ പോയപ്പോൾ ഈ ഫോട്ടോ താഴെ വീണു. അപ്പോഴാണ് ഞാനത് എടുത്ത് നോക്കിയത്. അതൊക്കെ നിർത്ത്. എനിക്ക് ഈ പെൺകുട്ടിയെ അറിയാം. ഇന്നലെ ഞാൻ ഇവളെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടിരുന്നു. ഇവളെ ഹസ്ബൻഡ് ഇവളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് ഇവൾക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു കൊടുത്തത് എന്നും പറഞ്ഞ് എല്ലാ സത്യങ്ങളും മൗലിയോട് പറയുന്നു. ഇത് കേട്ട പാടെ മൗലി കരയാൻ തുടങ്ങുന്നു. അവളും എല്ലാ സത്യങ്ങളോടും അവനോട് പറയാൻ തുടങ്ങുന്നു. ഞാനും നന്ദിനിയും കുഞ്ഞുനാൾ മുതലേ ഒരുമിച്ചാണ് വളർന്നത്, ഒരുമിച്ചാണ് പഠിച്ചത്. അന്ന് തൊട്ടേ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദിനി ഒരാളെ പ്രണയിക്കുന്നുണ്ടെന്ന് എന്നോട് പറയുന്നത്. അവൾ എന്നെ ഒരിക്കൽ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവൻ്റെ പേര് രാജ്ദീപ്. അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ അത്ര നല്ലവനല്ല എന്ന്. നന്ദിനി എനിക്ക് വേണ്ടി കോഫി എടുക്കാൻ പോയി. ഞാനാണ് അവിടെ ഉണ്ടായിരുന്ന ബുക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവൻ എൻ്റെ ഈ പുറകിൽ വന്ന് എൻ്റെ ഇടുപ്പിൽ കൈവച്ചു. എനിക്കത് നല്ല ദേഷ്യം വന്നു. പെട്ടെന്നുള്ള ആ ദേഷ്യത്തിൽ ഞാൻ അവനിട്ടൊന്ന് പൊട്ടിച്ചു. ആ ടൈമിൽ തന്നെ എൻ്റെ നന്ദിനിയും അവിടെ വന്നു. അവളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, നീയും വാ. ഇവൻ നല്ലവനല്ല, ഇവൻ പെണ്ണുങ്ങളൊക്കെ വേറെ ഉദ്ദേശത്തോടെയാണ് നോക്കുന്നത്. നീ ഇവനോട് ജീവിച്ചാൽ ശരിയാവില്ല. നീ വാ നന്ദിനി, നമുക്ക് പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ രാജ്ദീപ് കറക്റ്റ് ആ പ്ലേറ്റ് തിരിച്ചു. ഞാനാണ് അവൻ്റെ അടുത്ത് പോയതെന്നും നിന്റെ ഫ്രണ്ട് എന്നെ ലവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുവെന്നും നന്ദിനിയോട് അവൻ പറഞ്ഞു കൊടുത്തു.
ആ സമയത്ത് നന്ദിനി എന്നെ വിശ്വസിക്കാതെ ആ രാജദീപിനെയാണ് വിശ്വസിച്ചത്. അവൻ അങ്ങനെ പറഞ്ഞ ഉടനെ അവൾ എൻ്റെ കൈവിട്ടു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവൾ എന്നെ വിശ്വസിച്ചിട്ടില്ല എന്ന്. ഞാൻ ഉടനെ തന്നെ കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു. അന്ന് ഇതാണ് സംഭവിച്ചത്. ആ കാരണം കൊണ്ടാണ് ഞാനും അവളും പിരിഞ്ഞത്. ഇതൊക്കെ കേട്ട ഉടനെ ഗുണാലിന് നല്ല ദേഷ്യം വരുന്നു. ആ വൃത്തികെട്ടവൻ ഇങ്ങനെയുള്ളവനാ? നിന്നോടും തെറ്റായിട്ട് പെരുമാറാൻ വന്നു. അവനെ ഞാൻ വെറുതെ വിടില്ല. നീ പേടിക്കണ്ട. നിന്റെ ഫ്രണ്ടിനെ അവൻ്റെ അടുത്ത് നിന്നും നമുക്ക് രക്ഷിക്കാം. ഞാൻ ഇന്നലെ അവൾക്ക് എൻ്റെ കാർഡ് കൊടുത്തിരുന്നു. അവൾ എന്നെ കോൾ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് അവളെ കണ്ടുപിടിക്കാം. നീ വെയിറ്റ് ചെയ്യ് മൗലി. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. ഞാൻ കണ്ടുപിടിച്ച് തരാം നിന്റെ ഫ്രണ്ടിനെ എന്നും പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നു. അടുത്ത സീനിൽ നന്ദിനിയാണ് കാണിക്കുന്നത്. ആ സൈക്കോ അവിടെ പേപ്പർ വായിച്ചിട്ടിരിക്കുന്നു. നന്ദിനി ഭയപ്പെട്ടിട്ടേ ഇരിക്കുന്നു. എങ്ങനെ ഞാൻ ആ കാര്യം ഇയാളോട് പറയും? എന്തായാലും പറയാം എന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് പോകുന്നു. ഇങ്ങ് നോക്കൂ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയറ്റിൽ വളർന്നു എന്നും പറഞ്ഞ ഉടനെ തന്നെ അവളെ വായിലിരിക്കുന്നതൊക്കെ അയാൾ പറഞ്ഞു. ഇതൊക്കെ കേട്ട് നന്ദിനിക്ക് നല്ല സങ്കടം വരുന്നു. അവൾ പൊട്ടി പൊട്ടി കരയുന്നു. നോക്കിയാലോ, അത് സ്വപ്നമായിരുന്നു. അയ്യോ, ഞാനിപ്പോൾ പറയാൻ പോയാൽ അയാൾ എന്നെ അടിക്കും, വഴക്ക് പറയും. എന്നെ കൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. ഞാനിനി എന്ത് ചെയ്യാം? ഒരു പോയിന്റിന് ശേഷം അവൾക്ക് മനസ്സിലാവുന്നു അവൻ ഈ കുഞ്ഞിനെ അംഗീകരിക്കില്ല. അവൻ ഈ കുഞ്ഞിനെ എന്തേലും ചെയ്യണമില്ലേ, ഞാൻ തന്നെ ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാം എന്നും തീരുമാനിച്ചുകൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അത് മൗലിയുടെ ഹോസ്പിറ്റലാണ്. നന്ദിനി ആപ്ലിക്കേഷനൊക്കെ ഫിൽ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾക്ക് കുഞ്ഞു പിറക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ ഗേൾ ബേബിയാണ് എന്നൊക്കെ ഒരു ഡോക്ടർ പറയുന്നത് നന്ദിനി കേൾക്കുന്നു. അത് മൗലിയാണ്. എന്നാൽ നന്ദിനി അവളെ ഫേസ് നോക്കുന്നില്ല. എനിക്കും ഇതുപോലെ എൻ്റെ കുഞ്ഞിനെ കയ്യിൽ വാങ്ങുമ്പോൾ എന്ത് ഹാപ്പിയായിരിക്കും. എന്നാൽ എനിക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് വിളിക്കുന്നു, നന്ദിനി നിങ്ങൾക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട്. നന്ദിനി ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അകത്ത് നിന്ന് മൗലി വിളിക്കുന്നു, വരൂ അകത്ത്. നമുക്കെന്നാൽ ഈ പാട്ട് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമായോ എങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദിനിയും മൗലിയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണോ? നന്ദിനി ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യുമോ? ഇതൊക്കെ അറിഞ്ഞാൽ ആ രാജ്ദീപ് നന്ദിനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിയാം. നാളെ വരെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതേ സമയം നാളെ എത്തുന്നതായിരിക്കും. ബൈ.